ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ കൃഷി സംബന്ധമായ ഒരു വീഡിയോ ആണ്. അതിനെക്കുറിച്ച് ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഞങ്ങളുടെ മജീദ് മാമൻ വിശദമായി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഇപ്പോഴേ ഈ കാണുന്നതായ ഒരിടം കാട് പിടിച്ച് കിടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഞങ്ങൾ വിത്തും കൈക്കോട്ടും കാർഷിക കൂട്ടായ്മ എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ഈ സ്ഥലം തരിശായിട്ട് കിടക്കുന്ന ഈ സ്ഥലം എടുത്ത് കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം അതിൻ്റെ ഓണറെ കാണുകയും അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അത് ഡീൽ ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ കാടെടുപ്പാണ്. കാടെടുപ്പ് ഉടൻ തന്നെ ചെയ്യാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ JCBയും ഇറ്റാച്ചിയും വിളിച്ചു. അത് കാട് വൃത്തിയാക്കലിൻ്റെ പരിപാടി ആരംഭിച്ചു. ഏകദേശം 25 മണിക്കൂർ നേരം 2 വണ്ടികൾ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഈ കാട് നീക്കാൻ സാധിച്ചത്. അതിനകത്തെ മുള്ളൻ പന്നി, മറ്റ് ഇഴജന്തുക്കളെ, പന്നി ഇതെല്ലാം പെറ്റുപിരുകി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ജനങ്ങൾക്കും വളരെ ഭീതിയായിരുന്നു. ഇതുകൊണ്ട് അയൽവക്കക്കാർക്കും മറ്റുള്ളവർക്കും വഴിയാത്രക്കാർക്കും പിന്നെ ട്യൂഷൻ സെൻറ്ററിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാം വളരെ ഭീതിയായിരുന്നു ഈ കാട് മുഖാന്തരം. ഇപ്പോഴെന്തുമായാലും കൊള്ളാം, അത് വൃത്തിയായി ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അത് കിളപ്പിച്ച് വൃത്തിയാക്കി എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ കാടൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് തീ ഇടണം. അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു 5 വർഷത്തേക്ക് എടുത്തിട്ട് ഇതിനകത്ത് എല്ലാവരും കൂടെ ചേർന്ന് കൃഷി ചെയ്യുക. വാഴ, ചേന, ചേമ്പ്, കപ്പ ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്ത് അത് മുതലാക്കി എടുക്കാമെന്നുള്ളൊരു കണക്കൂട്ടലാണ്. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ കണക്കൂട്ടലിൽ ഏതാണ്ട് 80,000 രൂപയ്ക്കകത്താകുന്നു ഇത് കാടുമെടുത്ത് കിളപ്പിച്ച് വൃത്തിയാക്കി എടുക്കുന്ന സമയം വരെ. പിന്നീട് 4 വശവും വേലി ഇടണം. ഇതിന് പന്നികളുടെ ശല്യം ഒരുപാടാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടിൻ ഷീറ്റുകളും മറ്റുള്ള ആക്രിക്കടകളിലൊക്കെ പോയി ഷീറ്റുകളും ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് കിളച്ചുകൊണ്ടിരിക്കുകയാണ്. കിളച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വാഴ വിത്ത് മേടിച്ചുകൊണ്ടൊന്ന് നടാനുള്ള ഒരു സംവിധാനത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഭാരിച്ച ചുമതലയും ഉത്തരവാദിത്തങ്ങളും ഒക്കെയാണ്. സാമ്പത്തിക വിഷയമാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അതിങ്ങനെ ലോൺ എടുത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. വെള്ളം അത്യാവശ്യമാണ്. അതിനിവിടെ ഒരു കുളം കുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുളം കുത്തുന്നതിന് വലിയൊരു ഭാരിച്ച ചുമതലയാണ്. അത് കുളവും കുത്തി വൃത്തിയാക്കി നമുക്ക് മോട്ടർ വെക്കണം. മോട്ടർ വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് നൂലാമാലകളൊക്കെയാണ്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അവരുടെ ഇത് മേടിക്കണം, പിന്നെ കൃഷിഭവനിൻ്റെ ഇത് കിട്ടണം, പഞ്ചായത്തിൻ്റെ ഇത് കിട്ടണം. ഇതെല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കിട്ടുമെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കുളം വെട്ടിയിട്ടുണ്ട്. കുളം വെട്ടി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇനി വാഴ വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ വന്നാൽ എവിടെങ്കിലും തരിശായിട്ട് കിടക്കുന്ന ഭൂമികളോ അല്ലെ കാടുപിടിച്ച സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മയായിട്ട് നിങ്ങൾക്കും ചെയ്യാം. അപ്പോഴേ നിങ്ങളും ഇതിനെ പരിശ്രമിക്കുക. തന്നെയല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്കും അത് പ്രയോജനകരമായിരിക്കും. നമ്മളുടെ വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറികളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഇത് വരുന്ന ഭാവി തലമുറകൾക്ക് ഇതൊരു ഗുണപാഠമായിരിക്കും. ഇനി കുളം കുഴിക്കുന്നതും മറ്റുള്ള വാഴ വെക്കുന്നതും എല്ലാ കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമസ്കാരം.